ആദ്യമായി ദീപാർപ്പണം. മഹിമയാർന്ന കോവിലിൽ പാവനപ്രഭയെഴും വിളക്കിത സാവധാനമടിയൻ കൊളുത്തിനെ അല്പമെങ്കിലും അതിൻ പ്രഭാകുലം സൽപതേരു തുറന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ ഉൽപ്പതിച്ചു തിരുമേയിലെത്തണേ ഹേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞമലമാല തന്നിലും ഹേമവിഗ്രഹമരീചിതേടുമീ കോമളപ്രഭ തിളങ്ങണേ വിഭോ മാറ്റി നിൻമുഖര സമ്മറച്ചതിൽ പോറ്റി പുൽകരുതുമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടെയും കാറ്റിലാടരുതിൻ ശിഖാചലം ചീർത്തി നിന്നൊളി തെളിഞ്ഞു പൊങ്ങിനെ വാർത്തിടാകിലുമെരിഞ്ഞുമേക്കുമേൽ നേർത്തദീശമിഴിയഞ്ചിടുന്ന നീ മൂർത്തി മുൻപു നീങ്ങി നിൽക്കണേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇന്നത്തെ പ്രഭാഷണം തുടങ്ങുകയാണ്. അധ്യക്ഷനായി നമ്മുടെ പ്രസിഡന്റ് ശ്രീ എൻ സുബ്രതൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രഭാഷകൻ ഡോക്ടർ നടേശൻ മാഷെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സഹസഭയ്ക്ക് ശ്രീ പാർട്ടിയെ ഇവിടെ പ്രഭാഷകനായി എത്തിയിട്ടുള്ള ഡോക്ടർ നടേശൻ മാഷ്, ഇവിടെ എത്തിയിട്ടുള്ള ഈ രാമായണത്തിനെ പറ്റി അറിയുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ, ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന് 8:20 ട്രെയിനിന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ സമയം കളയില്ല. ഇന്നലെ എനിക്കറിയാം നമ്മുടെ സ്വാമികളാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് വെച്ചത്. അദ്ദേഹം ധർമ്മത്തിൽ തുടങ്ങി രാമായണത്തിൽ ഗുരുദേവന്റെ ധർമ്മത്തിൽ തുടങ്ങിക്കൊണ്ട് രാമായണത്തെ കൊണ്ടെത്തിച്ചാണ് അദ്ദേഹം സംസാരം നിർത്തിയത്. അതുപോലെ തന്നെ നല്ലൊരു പ്രഭാഷണം ശ്രമിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ക്ഷണിച്ചു. രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാമായണ മാസത്തോടനുബന്ധിച്ച് നടക്കുന്ന പാരായണവും പ്രഭാഷണവും അതിൻ്റെ 2ാമത്തെ ദിവസമാണ്. ഈ സന്ദർഭത്തിൽ ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്നവരോട് രാമായണത്തിലെ കഥ പറയാൻ തുടങ്ങിയാണ്. ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നൊരു കാര്യം, ഈ കഥ ഞങ്ങൾ എത്രയോ കേട്ടിരിക്കുന്നു അല്ലേ? ഈ ജോസഫേട്ടനെ ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു എന്ന് മനസ്സായിരിക്കുമല്ലോ. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാമന്റെയും സീതയുടെയും അല്ലെങ്കിൽ ലക്ഷ്മണന്റെയും ഒക്കെ ഈ കഥ
കോസലത്തിന്റെ തെരുവോരങ്ങളിലും അയോധ്യയിലെ രാജധാനിയിലും മിഥിലയിലെ ജനപദങ്ങളിലുമെല്ലാം പാടി പതിഞ്ഞ കഥയാണ്. ആ കഥ നമ്മളോട് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നതുപോലെ ഇത് ഇതിഹാസമാണ്. ഇതിഹാസം എന്ന വാക്കിനർത്ഥം ഇതിഹയുള്ളതാണ് അത്ര ഇതിഹാസം. അപ്പൊ ചോദിച്ചു എന്താണ് ഇതിഹ എന്ന് ചോദിച്ചാൽ തലമുറകളായി കൈമാറുന്ന നന്മയാണ്. മനുഷ്യനായി പിറവി കൊണ്ട് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നതിന്റെ ഏറ്റവും ചുരുക്കെഴുത്താണ് രാമായണത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വേദങ്ങൾ 4ആണ്. 5ാം വേദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിഹാസ പുരാണാഭ്യാം പഞ്ചമോ വേദോച്യത എന്നാണ്. ഇതിഹാസ പുരാണങ്ങളാണ് 5ാം വേദം എന്ന് പറയുന്നത്. അപ്പോൾ കഥയിലൂടെ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് രാമായണവും മഹാഭാരതവും പുരാണങ്ങളും ഉണ്ടായത്. മനുഷ്യൻ എക്കാലത്തും ഒരു സ്വഭാവം, എക്കാലത്തുമല്ല എല്ലാ ദിവസവും നമുക്ക് ജീവിക്കണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കഥ വേണമെന്നുള്ളതാണ്. കഥകളിലാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ട് കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി പഴയകാലം മുതൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ട് കാണും, ഒരു രാജാവിന്റെ മണ്ടന്മാരായ 2-3 മക്കൾ രാജ്യം ഭരിക്കേണ്ടവരാണ്. സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും വിദേശ നയത്തെക്കുറിച്ചും ജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കേണ്ട രാജാവിന്റെ മക്കൾ. ആ മക്കളെ കാക്കയും പൂച്ചയും കഞ്ഞിവെച്ച കഥയിലൂടെ രാജ്യതന്ത്രം പഠിപ്പിച്ച ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പഞ്ചതന്ത്രത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ കഥ വളരെ ശക്തമായൊരു ഉപകരണമാണ്. നമ്മൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെ പിന്നിൽ ഓരോ വലിയ കഥകളുണ്ട്. ഒരു കഥയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പുതിയൊരു കഥ നമ്മൾ ഉണ്ടാക്കും. അതാണ് മനുഷ്യന്റെ ഒരവസ്ഥ. അപ്പൊ അതുകൊണ്ട് കഥയിലൂടെ കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി പഴയ കാലം മുതലുണ്ട്. രാമന്റെയും സീതയുടെയും രാവണന്റെയൊക്കെ ജീവിത വൃത്തം അയോധ്യയിലെ ദശരഥ മഹാരാജാവിന്റെ മക്കളും അതുപോലെ തന്നെ ശ്രീലങ്കയിലെ വിശ്വാസന്റെ പുത്രനായിട്ടുള്ള രാവണനും അദ്ദേഹത്തിന്റെ അനുജന്മാരും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു കുടുംബം, അവരുടെ കഥ വേറെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലിയും സുഗ്രീവനും താരയും ഒക്കെ ആയിട്ടുള്ളതായ വാനരന്മാരുടേതായ ഒരു കുടുംബവും അവരുടെ കഥ. ഇങ്ങനെ ധാരാളം കഥകള് കൂടെയാണ് നമുക്ക് കാര്യം പറഞ്ഞു തരുന്നത്. കഥ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നിങ്ങൾക്കറിയാം സ്റ്റോറി എന്നാണ് പറയുന്നത്, അല്ലെ? സ്റ്റോറി എന്ന് പറയാൻ കാരണം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. എന്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണെങ്കിൽ തിരിച്ചറിവുകളെ കുറിച്ച്, ധർമാധർമ്മങ്ങളെ കുറിച്ച് എല്ലാം അടക്കം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹോമിയോപ്പതി ഗുളിക പോലെയാണ്. കണ്ടു കഴിഞ്ഞാൽ ചെറുതാണ്, ഉള്ളിൽ ചെല്ലുമ്പോഴാണ് പ്രവർത്തിക്കുന്നത്. ഇതുപോലെ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ കഥയിലൂടെ കാര്യമാണ് ഉള്ളിലെത്തുന്നത്. ആ നിലയിലാണ് ഈ രാമായണം ചിട്ടപ്പെടുത്തിയതും തലമുറകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് പറയാറുണ്ട് രാമായണം ഒരു ഇതിഹാസമാണ്, രാമായണം ഒരു ധർമ്മശാസ്ത്രമാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ രാമരാജ്യ സങ്കല്പം എന്നൊക്കെ പറയുന്നത് അവിടെയാണ്.
ഒപ്പം ഇതൊരു ദർശന ഗ്രന്ഥമാണ്, ഇതൊരു മഹാകാവ്യമാണ്, ഇതൊരു പുരാണമാണ്. അപ്പോൾ നാം കേട്ട കഥയ്ക്ക് പിന്നിൽ കേൾക്കാത്ത ഇമ്മിണി കാര്യങ്ങൾ ഇതിൽ അടക്കം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലെ കഥ കേട്ടാലും നമുക്ക് മതി വരാറില്ല. ഇതുകൊണ്ടാണ് കഥയമമ കഥയമമ, കഥകൾ അതിസാദരം, അല്ലെ, കാകുത്സ്ഥ ലീലകൾ കേട്ടാൽ മതി വരാ. ഈ കാകുത്സ്ഥന്റെ ലീലകൾ കേട്ടിട്ട് ഇന്നോളം മതി വന്നിട്ടില്ല, തൃപ്തിയായിട്ടില്ല. അതിന് കാരണം ഓരോ മനുഷ്യന്റെയും ജീവിതത്തെക്കുറിച്ചുള്ള, ആ ജീവിതത്തിലൂടെ നാം നേടിയെടുക്കേണ്ട സംസ്കാരത്തെക്കുറിച്ചാണ് ഇതിൽ പകർന്നു വെച്ചിട്ടുള്ളത്. രാമനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, രാമൻ ധർമ്മം ഉടൽ പൂണ്ടതാണ്. ഹനുമാൻ സ്വാമിയെ കുറിച്ച് പറയാറുണ്ട്, ഹനുമാൻ സ്വാമി ഭക്തി വാനര രൂപം പൂണ്ടാൽ എങ്ങനെയിരിക്കും, അതാണ് ഹനുമാൻ സ്വാമി. അപ്പോൾ ധർമ്മത്തിന് മനുഷ്യരൂപം കൊടുത്താൽ എങ്ങനെയിരിക്കും, രാമനെ പോലെ. അങ്ങനെയാണെങ്കിൽ രാമായണത്തെ നമുക്ക് ധർമായണം എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം മനുഷ്യൻ ജീവിതത്തിൽ നേടേണ്ട ഏറ്റവും വലിയ സമ്പത്ത് ധർമ്മമാണ്. മനുഷ്യൻ ഏറ്റവും വലിയ ദൈവമായിട്ടുള്ളത് ധർമ്മമാണ്. അധർമ്മം എല്ലായിടത്തും ഉണ്ട് എങ്കിലും എല്ലായിടത്തും വിജയിക്കുന്നത് ധർമ്മമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും വലിയ ചെറിയ കൃതി, ലോകത്തിലെ ഏറ്റവും വലിയ ചെറിയ കുട എന്ന് പറയുന്നത് പോലെ ഏറ്റവും വലിയ ചെറിയ കൃതിയാണ് ധർമ്മം എന്ന് പറയുന്നത്. നിങ്ങളത് കേട്ട് കാണും ഒരുപക്ഷെ. ധർമ്മയേവ പരം ദൈവം ധർമ്മയേവ മഹാധനം ധർമ്മ സർവത്ര വിജയീ ഭവതു ശ്രേയസേ നൃണാം. ധർമ്മയേവ പരം ദൈവം, ഏറ്റവും പരമമായ ദൈവം എന്നാൽ, സൗഭാഗ്യമെന്നാൽ ധർമ്മമാണ്. ഈ ധർമ്മമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത്. അതിനു മാത്രമാണ് ജീവിതത്തിൽ എല്ലായിടത്തും വിജയിക്കാൻ കഴിയുന്നത്. ഒരു പരിധിവരെ രാമായണത്തിന്റെ മൊത്തം ആശയത്തെ ഗുരുദേവൻ 4 വരികളിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ധർമ്മത്തെ കുറിച്ച്. അതിലൊരു ചോദ്യം ചോദിക്കുകയാണ്, മാഷെ, അപ്പൊ ഒരു മനുഷ്യന് ധർമ്മമില്ലേ, ഭാര്യയ്ക്ക് ധർമ്മമില്ലേ, ഭർത്താവിന് ധർമ്മമില്ലേ, വിദ്യാർത്ഥിക്ക് ധർമ്മമില്ലേ, ആചാര്യന് ധർമ്മമില്ലേ? ഉണ്ട്. തിരുക്കുറളിന്റെ മലയാള പരിഭാഷ ധർമ്മ ഭാര്യാധർമ്മം എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ടാകുന്നു. അതായത് ഈ ധർമ്മത്തിന്റെ വിസ്താരമാണ് ഗുരുകൃതികളിലെ 62 കൃതികളിലും അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മളിവിടെ പറയുന്നത് രാമായണത്തെ കുറിച്ചാണ്. രാമായണം എന്നാൽ ധർമായണമാണ്. ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ധർമ്മവുമുണ്ട് അധർമ്മവുമുണ്ട്. എന്താണ് ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ്. ഒരാളെ കൊല്ലുന്നത് ധർമ്മമാണോ? കൊല്ലുന്നത് ധർമ്മമാണോ? ആണോ അല്ലേ? നിങ്ങൾ കൊല്ലുന്നത് ധർമ്മമല്ല, തെറ്റാണെന്നായിരിക്കും പറയാൻ പോകുന്നത്. സിയാച്ചിലും ഞാൻ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ജമ്മു കാശ്മീരിന്റെ പല ഭാഗങ്ങളിലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ പട്ടാളക്കാരുടെ ജീവിതം കണ്ടത്, നേരിൽ കണ്ടത്. -35 രാത്രി 3 മണിക്കും 4 മണിക്കുമെല്ലാം കണ്ണിൽ എണ്ണയൊഴിച്ച് AK-47 ആയിട്ടിരിക്കുന്ന ജവാന്മാർ, അവരെ പാകിസ്ഥാൻകാരെ നമ്മുടെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയ്യോ പാവം പാകിസ്ഥാൻകാര്, കൊല്ലണ്ടല്ല എന്ന് പറയാൻ പറ്റുമോ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ മര്യാദക്കിരിക്കാൻ പറ്റില്ല. അതായത് അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുന്നെങ്കിൽ മാത്രമേ ധർമ്മത്തിന് നിലനിൽക്കാൻ സാധിക്കൂ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യ. ഇവിടെ അവതാരങ്ങൾ ഓരോന്നും പിറവി കൊണ്ടിട്ടുള്ളത് അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാവണൻ എന്ന അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ധർമ്മമൂർത്തിയായ ശ്രീരാമചന്ദ്രൻ പിറവി കൊള്ളുന്നത്. കംസൻ ഇല്ലായിരുന്നുവെങ്കിൽ കൃഷ്ണൻ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഓരോ അവതാരങ്ങളും അതിന് കാരണം അധർമ്മത്തിന്റെ ഉയർച്ച ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ശ്രീരാമചന്ദ്രൻ രാവണനെ നിഗ്രഹിക്കാനാണ് വരുന്നത് എങ്കിൽ പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മൾ രാവണനെ തള്ളിക്കളയാൻ പാടില്ലാത്തതാണ്. രാവണനെ കുറിച്ച് നമ്മൾ കുറെ കഥ കേട്ടിട്ടുണ്ട്. അതില്ലാ കഥകളാണ്. ഒന്നാമത്തെ കഥ എന്താ പറയാ, മൂപ്പർക്ക് 10 തലയുണ്ടെന്നാണ്. 10 തലയില്ല മൂപ്പർക്ക്, അത് കഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ആർക്കെങ്കിലും 10 തലയുണ്ടെങ്കിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ബസ്സിൽ പോകാൻ പറ്റുമോ? അല്ലെ, ഒന്ന് സ്കൂട്ടറിൽ പോകാനുള്ള സ്ഥിതി എന്താ? അപ്പൊ അത് കഥയാണ്. പിന്നെ എന്താ ദശകണ്ഠൻ എന്നൊക്കെ പറയാൻ കാരണം? അതോ ദശവിദ്യ, 10 വിദ്യകളിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. 4 വേദങ്ങളും 6 വേദാംഗങ്ങളും അറിയാവുന്ന, അതെല്ലാം അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ രാവണൻ. ഭക്തിയുടെ കാര്യത്തിൽ രാമനുമായി കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ രാവണനാണ് ഭക്തൻ. എന്തൊരു ഗംഭീരനായ ശിവഭക്തനാണെന്നറിയാമോ? ഇത് നമ്മൾ ശ്രീലങ്കയിൽ കാണുന്ന വലിയ ശിവക്ഷേത്രങ്ങളെല്ലാം നമ്മുടെ ഈ കഥാപാത്രം നിർമ്മിച്ചതാണ്. അദ്ദേഹമാണ് തുടക്കം കുറിച്ചത്. സാമവേദജ്ഞൻ. സാമം സംഗീതമാണ്, അതിൽ നിഷ്ണാതനാണ്. ശബ്ദശാസ്ത്രം എന്ന് പറയുന്ന വ്യാകരണത്തിൽ മുത്തിന്റെ മറുകര കണ്ടവനാണ് രാവണൻ. ഇങ്ങനെ രാവണന്റെ ഗുണഗണങ്ങൾ നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ 98 ഗുണങ്ങളുണ്ട്. 2 കുറവ് മാത്രമേ മൂപ്പർക്കുള്ളൂ. അതെന്താണെന്നറിയാമോ? ഒന്ന്, ആര് പറഞ്ഞാലും അനുസരിക്കില്ല, അതാണ് ഒന്ന്. രണ്ടാമത്തത്, സ്ത്രീകളോട് മൂപ്പരുടെ കയ്യിലിരിപ്പ് ഇന്ന് നമ്മുടെ ചില ആളുകളുടെ കയ്യിലിരിപ്പ് പോലെയാണ്. മനസ്സിലായി? ഈ 2 ദോഷം മാത്രമേ മൂപ്പർക്കുള്ളൂ, ബാക്കിയെല്ലാം ഗുണങ്ങളാണ്. രാമൻ ഈ പറഞ്ഞത്രയും വിദ്യകൾ പഠിച്ചിട്ടില്ല. ശൈവാഗമങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ആളാണ് രാവണൻ. അത്രയും പഠിച്ചിട്ടില്ല രാമൻ. പക്ഷെ രാമന് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എങ്കിലും ആ പഠിച്ചതിന്റെ സംസ്കാരമുണ്ടായിരുന്നു. ഇദ്ദേഹം പഠിച്ചിരുന്നു, പഠിത്തത്തിന്റെ സംസ്കാരമില്ലായിരുന്നു. ഇത്രയും വ്യത്യാസം. അതുപോലെ തന്നെ രാവണൻ സ്ത്രീകളെ ഉപദ്രവിച്ചിരുന്നു. നമുക്കറിയാം, നമ്മുടെ കഥാനായികയായിട്ടുള്ള സീതാദേവിയെ യാതൊരു കാരണവുമില്ലാതെ പിടിച്ചുകൊണ്ടുവന്ന് 8 സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ പരിധിയിലുള്ളതാണ്, അല്ലേ? അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മൂപ്പര് സീതയെ കൊണ്ടുവന്നു. സീതയെ മാത്രമല്ല, പല ഋഷീശ്വരന്മാരുടെ പത്നിമാരെയും അവരുടെ കൺമുന്നിലിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. സ്വാഹാദേവിയെ അവരെല്ലാവരും ഉള്ളു കരിഞ്ഞ് ശപിക്കുകയായിരുന്നു. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്ന് നമ്മുടെ രത്നാകരന്റെ ഭാര്യ പറഞ്ഞില്ലേ, പരമമായൊരു സത്യം. അത് ഇവരും പറഞ്ഞിരുന്നു മനസ്സുകൊണ്ട്. നീ ചെയ്തു കൂട്ടുന്ന ഓരോ കർമ്മത്തിനും നീ അനുഭവിക്കുമെന്നാണ്.
രാവണന്റെ വിലാപത്തില് പേർത്തെടുത്ത് കരയുന്നുണ്ട്. എല്ലാം ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷേ ഞാൻ ഇന്ന് പരാജിതനാണ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ കരയുന്ന രംഗമുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത, എത്ര ഏതാസ്തു ന പൂജ്യന്തേ തത്ര വിഫലാഹ ക്രിയാഹ. സ്ത്രീകളെ എവിടെയാണോ ബഹുമാനിക്കുന്നത് അവിടെ മാത്രമേ ഈശ്വരൻ പോലും പ്രസാദിക്കൂ. എവിടെയാണോ സ്ത്രീകളെ അകറ്റി നിർത്തുന്നത് അവിടെ എന്തെല്ലാം ചെയ്താലും നശിച്ചു പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് രാവണന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു കഥയിൽ പറയുന്നു, രാമരാവണ യുദ്ധം കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം രാമൻ സൂര്യനെ അർഘ്യം കൊടുത്ത് വിശ്രമിക്കുന്നു അതിപ്രഭാതത്തിൽ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു നിഴൽ രാമന്റെ നേരെ അടുത്തടുത്തേക്ക് വരികയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി അതൊരു സ്ത്രീയുടെ നിഴലാണ്. തല ഉയർത്തി നോക്കി, സുന്ദരിയായ ഒരു സ്ത്രീ. ചോദിച്ചു, ആരാണാവോ അവിടുന്ന്, എന്തിനാണ് ഇവിടെ വന്നത് ഈ കൊടുങ്കാട്ടിൽ? അപ്പോൾ ആ സ്ത്രീ രൂപം അടുത്തു വന്ന് ഒരു ദീർഘനിശ്വാസത്തോടുകൂടി പറഞ്ഞു, അങ്ങ് കേട്ടു കാണും എന്റെ ഭർത്താവിനെ കുറിച്ച്. ലങ്കേശ്വരനായ രാവണൻ, 3 ലോകങ്ങളെയും അമ്മാനമാടാൻ കഴിയുന്ന സാക്ഷാൽ രാവണന്റെ പത്നി മണ്ഡോദരിയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഭർത്താവിനെ യുദ്ധത്തിൽ കൊന്നു കഴിഞ്ഞുള്ള സമയമാണ്. സ്വാഭാവികമായും രാമന് ഒരു ഉൾക്കിടിലമുണ്ടായി. ചോദിച്ചു, എന്താണ് ഇവിടെ വരാൻ കാരണം? അപ്പൊ പറഞ്ഞു, ഞാൻ അങ്ങയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്, ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ പോവുകയാണ്, അങ്ങയെ ഒന്ന് കാണണം ഈ ജന്മത്തിൽ, അത്ര മാത്രമാണ്. എന്താണ് എനിക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് പറഞ്ഞത്, എന്റെ ഭർത്താവ് രാവണൻ സ്വർണം കെട്ടിയ രാജ്യത്തിന്റെ രാജാവാണ്. അഭി സ്വർണമയി ലങ്ക എന്ന ഒരു ഇത് നമ്മൾ കേട്ട് കാണും. അതിസമൃദ്ധമായ ഒരു രാജ്യത്തിന്റെ രാജാവ്. അനുജന്മാരെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണും, ശക്തിശാലികളാണ്. പക്ഷെ ഇന്ന് അതുപോലെ യുദ്ധതന്ത്രത്തിൽ കേവലമാണ്. എന്നിട്ടും എന്റെ ഭർത്താവ് തോറ്റുപോയതിന് ഒരേ ഒരു കാരണമാണ്. അത് സ്ത്രീകളോട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതാണ്. മന്ത്രിസഭയിൽ കൂടിയ സമയത്ത് ഞാൻ ചെന്ന് പറഞ്ഞതാണ് എന്റെ ഭർത്താവിനോട്, ഈ സീത എന്നത് സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്, രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞു, ചെയ്യാൻ പാടില്ല, തെറ്റാണ്. രണ്ടാമത് പറഞ്ഞു, അങ്ങ് ധർമ്മശാസ്ത്രങ്ങളെല്ലാം പഠിച്ച ആളല്ലേ, ധർമ്മശാസ്ത്രത്തിന്റെ ഏത് പാഠപുസ്തകത്തിലാണ് അന്യന്റെ ഭാര്യയെ കട്ടോണ്ട് വന്നിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? അതുകൊണ്ട് ധർമ്മത്തിനും നീതിക്കും നിരക്കാത്ത കാര്യമാണ് അങ്ങ് ചെയ്തത്. ചെയ്യാൻ കഴിയുന്നത് ഏൽപ്പിക്കുക, സീതാദേവിയെ ഏൽപ്പിക്കുക. ഒരു രാജ്യത്തെ യുദ്ധത്തിൽ നിന്നും രക്ഷിക്കാം. ഏത് യുദ്ധവും മനുഷ്യന് ദുരിതം മാത്രമേ വിതക്കുകയുള്ളൂ. പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ടും എന്റെ ഭർത്താവ് കേട്ടില്ല. അപ്പോഴൊക്കെ പാണന്മാര് പാടി നടക്കുന്നുണ്ട് രാമന്റെ മഹത്വത്തെ കുറിച്ച്. അവരെല്ലാം പാടിയത് ഒരു പാട്ടാണ്. എന്തായിരുന്നു ആ പാട്ട്? രാമൻ ഏകപത്നി വ്രതക്കാരനാണ്, രാമൻ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അങ്ങനെയുള്ളതായ രാമനെ കുറിച്ച് ഇഷ് കേട്ടിരിക്കണോ? ഈ കണ്ണടഞ്ഞു പോകുന്നതിന് മുമ്പ് അവിടത്തെ ഒന്ന് കാണണമെന്നത് കൊണ്ടാണ് ഞാൻ വന്നത്.
എന്ന് പറഞ്ഞ് നമസ്കരിച്ച് മണ്ടോതിരി പോകുന്നൊരു രംഗമുണ്ട്. അതിനർത്ഥം ഇത്രമാത്രമാണ്: ആരോഗ്യമുണ്ടാകുമ്പോൾ, സമ്പത്തുണ്ടാകുമ്പോൾ, തടിമാടന്മാരായ അനുജന്മാരുണ്ടാകുമ്പോൾ, സ്തുതിപാഠകന്മാരുണ്ടാകുമ്പോൾ അന്യന്റെ മേൽ കുതിര കയറാമെന്ന് ഒരു ധാരണ എല്ലാ കാലത്തും ഭരണാധിപന്മാർക്ക് ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ ലോക ചരിത്രത്തിൽ ഒരിടത്തും അങ്ങനെ ചെയ്തവരെല്ലാം ആ അധർമ്മം ഇല്ലാതാകും. അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും രാജ്യഭരണത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും. ഈ ഇമ്മിണി വലിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വാൽമീകി ഇതിഹാസമാകുന്ന രാമായണം ചമച്ചത്. സ്വയം തട്ടിപ്പുകാരനും പിടിച്ചുപറിക്കാരനും വിവരമില്ലാത്ത ആളുമായിരുന്നു നമ്മുടെ വാൽമീകി എന്ന് പറയുന്ന കഥാപാത്രം. രത്നാകരൻ എന്നായിരുന്നു ഇവരുടെ പേര്. ചെയ്തു കൂട്ടിയ അധർമ്മങ്ങളെ കുറിച്ചൊക്കെ നമ്മളും കേട്ടിട്ടുണ്ട്. സപ്തർഷിമാരെ വരെ തടഞ്ഞു നിർത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത മനുഷ്യൻ ഭാര്യ പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കുക. ലോകത്തിലെ ഏറ്റവും അത്ഭുതം, ഭാര്യ പറഞ്ഞത് കേൾക്കുന്ന എത്ര പേരുണ്ടെന്ന്. അന്ന് ഗിരിവർഗക്കാരിയായിട്ടുള്ള രത്നാകരന്റെ ഭാര്യ പറഞ്ഞത് കേൾക്കാൻ തയ്യാറായി. ഇവിടെ ലങ്കാധിപനായിട്ടുള്ള രാവണൻ ഭാര്യ പറഞ്ഞത് കേട്ടില്ല എന്ന് മാത്രമല്ല, കണ്ണുരുട്ടി പേടിപ്പിച്ചു. നാവടക്കൂ അല്ലെ, എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. വിഭീഷണൻ പറഞ്ഞപ്പോഴും പറഞ്ഞു, എന്നെ ഉപദേശിക്കാൻ ഇന്നോളം ആരും വളർന്നിട്ടില്ല. കൂടുതൽ കളിച്ചാൽ നീ ഇവിടുന്ന് ജീവനും കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പാവം ശരണാഗതി പ്രാപിക്കുന്നത്, രാമനിലെ ശരണാഗതി പ്രാപിക്കുന്നു. അപ്പോ സ്വയം പരിവർത്തനത്തിന് തയ്യാറാകുമ്പോൾ മലവേടൻ മഹർഷിയായി മാറുകയാണ്. എന്തായിരുന്നു മലവേടന്റെ പണി? കൊന്നും തിന്നും സുഖിച്ചു വാഴുക എന്നതായിരുന്നു, അല്ലെ? പക്ഷെ സ്വയം മാറാൻ തയ്യാറായപ്പോൾ ഒരു കുഞ്ഞിക്കിളിയുടെ കരച്ചില് പോലും കണ്ടു നിൽക്കാനുള്ള എന്താ പറയാ ഒരു ക്ഷമയില്ലായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് മാനിഷാദ പ്രതിഷ്ഠാന്ത്വമഗമ ശാശ്വതീ സമാഹ യത്ക്രൗഞ്ചമിഥുനാദേകം അവധീഹി കാമമോഹികം. സ്നേഹബദ്ധരായ കുരുവികളെ ഒന്നിനെ കൊന്ന നീ ഒരിക്കലും ഗതിപിടിക്കാതെ പോവട്ടെ. ഇതാണ് അതിന്റെ ഒരർത്ഥം. ഇത്ര മാത്രമാണ്. അനീതി കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിച്ചില്ല. നമ്മുടെ നാട്ടിൽ എത്രയെത്ര കുഞ്ഞിക്കിളികളെയാണ് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല എന്നത് മാത്രമാണ്. സോഷ്യൽ മീഡിയ വന്നത് മാത്രമാണ് ആലുവയിലും അവിടെ ഇവിടേക്ക് നമ്മൾ അറിഞ്ഞത്. അറിയാത്ത എത്രയെത്ര കുഞ്ഞിക്കിളികളാണ് ഓരോ ദിവസവും ചിറക് കരിഞ്ഞ് ജീവൻ ഹോമിക്കുന്നത് എന്നുള്ളതാണ്. അവർക്കെതിരെ മാനിഷാദ അരുത് ദുഷ്ട എന്ന് പറയാൻ ആരുമില്ലാത്തത് കൊണ്ട്, അവർക്കെല്ലാം മെഗാസ്റ്റാറിന്റെ പദവി കിട്ടുന്നത് കൊണ്ട് ഇന്നും ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമായണത്തിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഇങ്ങനെ ഏറ്റവും തിന്മ ചെയ്ത ഒരാൾക്ക് പോലും ഏറ്റവും ശ്രേഷ്ഠനായിട്ട് മാമുനിയായിട്ട് വളരാൻ സാധിച്ച ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. ആ മാമുനിയാണ് നമുക്ക് വലിയ ഉപദേശങ്ങൾ തന്നത്. ഓർക്കുക,
ജീവിതത്തിൽ പിഴച്ചുപോയവനാണ്, ജീവിതത്തിൽ തോൽവി സംഭവിച്ചവനാണ്, ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചവനാണ് നന്മയുടെ വഴി ശരിക്കു പറയാൻ സാധിക്കുന്നത്. ഒരു വീട് കെട്ടിയവനാണ് അടുത്ത വീട് കെട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു എഞ്ചിനീയറിന് എണ്ണതിനേക്കാൾ കൂടുതൽ വിവേകമുള്ള ആളാണ്, അല്ലെ? ഇതുപോലെ ജീവിതത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ളതായതിനെ കണ്ട് അങ്ങേറ്റവും ഇങ്ങേറ്റവും കണ്ട ആളാണ് മഹർഷി. ഇത് തന്നെയാണ്, ഒരറ്റം മാത്രം കണ്ടവനാണ് നമ്മുടെ രാവണൻ. അവരെല്ലാം പറഞ്ഞു തരുന്നതായ ഉപദേശങ്ങൾ രാമൻ അനുജനായിട്ടുള്ള ലക്ഷ്മണനെ രാവണന്റെ അടുക്കൽ നിന്ന് ഉപദേശം തേടാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തൊരു രംഗമുണ്ട്. മരിക്കാൻ കിടക്കുകയാണ്. ആ സമയത്ത് രാമൻ പറഞ്ഞു, അദ്ദേഹം വലിയ അറിവുള്ള മനുഷ്യനാണ്, ഉപദേശം തേടണം, വിദ്യ ആണോ? അങ്ങനെ ലക്ഷ്മണൻ തലയുടെ ഭാഗത്ത് നിന്ന് ചെന്നിട്ട് പറഞ്ഞു, അങ്ങ് ഇന്നെ ഉപദേശിക്കണം, എനിക്ക് ചില കാര്യങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. ചേട്ടച്ചാരി 2 പ്രാവശ്യം ഉപദേശിച്ചിട്ടുണ്ട്, നമുക്കറിയാം, ലക്ഷ്മണോപദേശം അല്ലെ? ആദ്യം ദേഷ്യപ്പെട്ട് വന്ന സമയത്ത് ആണ് വത്സ, സൗമിത്രേ, കുമാര നീ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അനുജനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കുറെ കഴിഞ്ഞതിന് ശേഷം, അണ്ണ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം, എനിക്കൊന്ന് എന്താ പറയാ, ആളുകൾക്ക് തിരിച്ചറിവുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരണമെന്ന് പറയുമ്പോഴാണ് വേദാന്ത വാക്യങ്ങളെല്ലാം അതിന്റെ പൊരുൾ എന്താണെന്ന് ചേട്ടൻ അനുജൻ ഉപദേശിച്ചു കൊടുക്കുന്നത് ലോകത്തിലെ മറ്റൊരു അത്ഭുതമാണ്. സ്വന്തം ജ്യേഷ്ഠൻ അനുജന് നന്മ പറഞ്ഞു കൊടുക്കുക. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ? രാമായണത്തിന്റെ ഏറ്റവും വലിയൊരു സംഭവമാണ്. അങ്ങനെ ഉണ്ട്. ആ രാമൻ രാവണന്റെ അടുത്ത് പറഞ്ഞു വിടുമ്പോൾ ലക്ഷ്മണൻ തലയുടെ ഭാഗത്ത് നിന്നിട്ടാണ് ചോദ്യം ചോദിച്ചത്. അപ്പൊ രാവണൻ ചോദിച്ചു, ഇത്രേ, നിനക്ക് ഉപദേശം തരാനാണ്, നിക്കാൻ മര്യാദക്ക് പെരുമാറാൻ പോലും അറിയാതെ നിന്നെ ഞാനെങ്ങനെ ഉപദേശിക്കുന്നത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ലക്ഷ്മണൻ ചേട്ടന്റെ അടുത്ത് വന്നത്, എന്നാ അയാൾ എന്തൊരു അഹങ്കാരിയാണ്, ചാകാൻ കിടക്കുകയാണെങ്കിലും 2 വാക്ക് അങ്ങ് പറഞ്ഞത് കൊണ്ട് ചെന്നതാണ്, എന്നോട് പറയാ നീ നിനക്ക് പെരുമാറാൻ അറിയില്ല. എന്താ സംഭവം, നീ എവിടെയാണ് നിന്നത്? അപ്പോൾ ഞാൻ തലയുടെ ഭാഗത്ത് നിന്ന്. തെറ്റാണ് കുട്ടി ചെയ്തത്. തലക്കൽ നിൽക്കുന്നത് മരണക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിദ്യ നേടാൻ നിൽക്കേണ്ടവൻ കാൽക്കലിലാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഉടൻ പോണം. പറഞ്ഞതുപോലെ ചെന്ന് നിന്നു എന്നാണ്. നിന്നു. രാവണന് സന്തോഷമായി. അപ്പൊ വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, ശുഭസ്യ ശീഘ്രം. നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുകയും ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പോൾ ചെയ്യുകയും ചെയ്യണം. നാളെ നീളെന്നും പറഞ്ഞിരിക്കരുത് കേട്ടോ, എനിക്ക് പറ്റിയ തെറ്റതാണ്. ശുഭസ്യ ശീഘ്രം. ഞാൻ ഇന്ന് മരണത്തോട് അടുക്കുന്നതിന് കാരണം പലതും പിന്നെ ആവട്ടെ എന്ന് കരുതിയതുകൊണ്ടാണ്. വാനരപ്പടയെല്ലാം വന്നു നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും കുഴപ്പമില്ല, നോക്കാം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇത് നീ മറക്കരുത്. രണ്ടാമത്തെ കാര്യം, ആരെയും ജീവിതത്തിൽ കുറച്ച് കാണരുത്. ഞാൻ കുരങ്ങന്മാരല്ലേ, അവന്മാർക്ക് എന്നെ എന്ത് ചെയ്യാനാണ്? 3 ലോകത്തെയും അമ്മാനമാടിയ എന്നെ അടുക്ക ഈ പീകിരി കുരങ്ങന്മാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ അവരെ അവമതിപ്പോടുകൂടിയാണ് കണ്ടത്. രാമനും ലക്ഷ്മണനും 2 കീടങ്ങൾ, 2 പിള്ളേർ വന്ന് യുദ്ധത്തിന് വന്നിരിക്കുന്നു. അവിടെയും ഞാൻ ഗൗരവം കൊടുത്തില്ല. തെറ്റുപറ്റിയിരിക്കുന്നു. അപ്പോൾ ആരെയും ഒരു കാലത്തും നാം കുറച്ചു കാണരുത്. കാരണം ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിൽ വലിയവരാണ്. ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്ത് വലിയവരാണ്. ഇതാണ് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, വിവേകമുള്ള ആളുകൾ പറഞ്ഞാൽ കുറച്ചെങ്കിലുമൊക്കെ അനുസരിക്കണം.
വിവേകമുള്ള ആളുകൾ പറഞ്ഞാൽ കുറച്ചെങ്കിലും അനുസരിക്കണം. എന്നോട് എന്റെ ഭാര്യ പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും വിവേകമുള്ളത് ഭർത്താവിനെ കുറിച്ച് കരുതലുള്ളത് ഭാര്യയാണ്. ഞാൻ കേട്ടില്ല. എന്റെ മാമൻ എന്നോട് പറഞ്ഞു, മാല്യവാൻ. ഞാൻ മാമനാണെന്ന് കരുതില്ല. എന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇനി പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു. എന്റെ 2 അനുജന്മാരെന്നോട് പറഞ്ഞു, അവരെയും ഞാൻ വേണ്ടത്ര പരിഗണിച്ചില്ല. കുംഭകർണനുണ്ട്, അവൻ ഊണും ഉറക്കവുമാണ് അവന്റെ പണി. പക്ഷെ അവനും തലക്ക് വെളിവുള്ളതാണ്. കുംഭകർണനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നിനക്ക് എന്താണ് പറയാൻ ഉള്ളത് എന്ന് പറയുന്ന സമയത്ത് രാമായണം വായിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം. കുംഭകർണൻ രാജ്യസഭയില് വെച്ചിട്ട് രാവണനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് പറയുന്നത് കൃത്യമായ ധർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, കാര്യം എന്റെ ഏട്ടനാണ്, പക്ഷെ ചെയ്തിരിക്കുന്നത് തെമ്മാടിത്തരാണ്. കാരണം ഒരു രാജാവ്, പ്രജകളെ രക്ഷിക്കേണ്ട രാജാവ് അന്യന്റെ ഭാര്യയെ കട്ടോണ്ട് വരിക എന്ന് പറഞ്ഞാൽ മഹാമോശമാണ്. ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടത് സാധാരണ ജനങ്ങളാണ്. അതുകൊണ്ട് നല്ല വഴി ഇത് അദ്ദേഹത്തിന് കൊടുക്കുക, രാമന് കൊടുക്കുക, സോറി പറയുക, യുദ്ധം ഒഴിവാക്കുക. കാരണം ഒരു യുദ്ധം ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്. പിന്നെ ശത്രു രാജ്യത്തെ ആണെങ്കിൽ പോലും ആ രാജ്യത്തെ ജനങ്ങളുടെ, ഇപ്പോഴും അങ്ങനെയല്ല, സാധാരണ ജനങ്ങൾക്ക് മേലെ നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല. പക്ഷെ ഈ ഉണ്ടാകാൻ പോകുന്ന യുദ്ധം ലങ്കയുടെ നാശത്തിനായിരിക്കും. ഇങ്ങനെ ഓരോന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അതും കേട്ടില്ല. മാരീചൻ പറയുന്നുണ്ട്, ഒരുപക്ഷെ രാമായണത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ രാവണന് കൊടുക്കുന്നതായിരിക്കും. ഇതെല്ലാം ലക്ഷ്മണനോട് പറയാണ്, ഇതെല്ലാം എനിക്ക് കിട്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് ഒന്നുപോലും സ്വീകരിച്ചിരുന്നില്ല എന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ വ്യത്യസ്തമായ കഥാസന്ദർഭങ്ങളിലെല്ലാം തന്നെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നാം അറിയേണ്ട ഒട്ടേറെ ഉപദേശങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതിൽ ഓർത്തിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കഥയല്ല ഇത് ജീവിതമാണ് എന്നുള്ളതാണ്. രാമായണം വെറും ഒരു കഥയല്ല, ഇത് ജീവിതമാണ്. ആരുടെ ജീവിതമാണ്? എന്റെ ജീവിതമാണ്. സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവ. ഓരോ വ്യക്തിയെ കുറിച്ചുമുള്ള കഥയാണ് ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്നും കാര്യം മനസ്സിലാക്കണം നമ്മൾ. പക്ഷേ ദൗർഭാഗ്യം എന്തെന്നാൽ രാമായണം പഠിച്ചവരെല്ലാവരും കഥയുടെ പുറകെ പോയി ഒരു കഥയുമില്ലാത്തവരായി മാറി. ഒന്നുകൂടി പറയാം, രാമായണം പഠിച്ചവരിൽ ഏറെ പേരും കഥകൾ അറിയാം അവർക്ക്, പക്ഷെ ജീവിതത്തിൽ ഒരു കഥയുമില്ലാത്തവരായി മാറി. ഇടപ്പള്ളിയിൽ നിന്നും തൃശൂർക്ക് സഞ്ചരിക്കുന്ന ഞാൻ ആലുവയിലെത്തിയപ്പോൾ തൃശൂർ എന്നൊരു മയിൽക്കുറ്റി കണ്ടു. അതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് തൃശൂർ 65 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ തൃശൂർ എന്ന് കണ്ട് ഉടൻ ചാടിയിറങ്ങി. ഒരു എഴുത്ത് കണ്ട് ചാടിയിറങ്ങി. എന്നിട്ട് ചോദിച്ചു, എന്നാ തൃശ്ശൂരല്ലേ ഇത്? തൃശ്ശൂർ ഇവിടുന്ന് 65 കിലോമീറ്റർ ഉണ്ട് ചങ്ങായി. അല്ല, ഇത് എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ അടിയിൽ 65 എഴുതി വെച്ചിരിക്കുന്നില്ലേ പൂവ്? അതെന്താ കാര്യം പറയാം? അത് സൂചനയാണ്. അത് അത്രയും എത്തണമെന്നുള്ള സൂചനയാണ്. അപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന കഥകളിലെ ചില സൂചനകളുണ്ട്. ആ സൂചനകൾ നമ്മൾ ജാഥയിലൊക്കെ രാഷ്ട്രീയക്കാരെ സൂചന 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 മാത്രം
സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറയാറ്. ഇതിലും സൂചനകളാണ്. ആ സൂചന അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറായില്ല. എന്താണ് സൂചന? ആ സൂചന 3 കുടുംബങ്ങളുടെ കഥ പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ നമുക്ക് അയോധ്യയിലെ കുടുംബത്തിന്റെ കഥ എടുക്കാം. ലോകാത്ഭുതങ്ങളിൽ ഒന്ന്, ഒരു മനുഷ്യന് 3 ഭാര്യമാർ. അത്ഭുതം അവിടെയല്ല, 3 പേരും തമ്മിൽ സ്നേഹത്തോടുകൂടി ആയിരുന്നു. ചേച്ചി എങ്ങനെ, എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, നിന്റെ ഡ്രസ്സ് നല്ല ഡ്രസ്സാണ് അല്ലെ? 3 പേരും സ്നേഹത്തോടുകൂടി ഒരു വീട്ടിൽ കഴിയുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമല്ല, 1ാമത്തെ അത്ഭുതമാണ്. മാത്രമല്ല 3 പേരും ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു. ഇനിയുമുണ്ട്. സാഹോദര്യ സ്നേഹത്തിന്റെ പര്യായമായിരുന്നു രാമനും ലക്ഷ്മണനും അല്ലെ, ലവനും കുശനും. ഇങ്ങനെ നമ്മൾ ഏതെടുത്താലും, പിതൃസ്നേഹത്തിലാണെങ്കിലും മാതൃസ്നേഹത്തിലാണെങ്കിലും സഹോദര സ്നേഹത്തിലാണെങ്കിലും, എന്തിനേറെ പറയുന്നു, ഒരു വേലക്കാരിയോട് പോലും പെരുമാറിയിരുന്നത് മന്ധര രാമന്റെ അഭിഷേകം നടത്തുന്നു എന്നൊരു വാർത്ത പറഞ്ഞതിന്റെ പേരില് അവൾക്ക് സമ്മാനം കൊടുത്തു. ശരി, എല്ലാവരോടും അങ്ങനെയായിരുന്നു. ഇത് പച്ചയായ മനുഷ്യ ജീവിതത്തിന്റെ ആവിഷ്കാരമാണ്. ഞാൻ നടേശമാഷ് പറഞ്ഞതല്ല. പ്രസിദ്ധനായ ടാഗോർ പറഞ്ഞു, ഭാരതീയ ജനജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും ഭാവപൂർണമായ ആവിഷ്കാരമാണ് രാമായണം. അതിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ടത് എങ്ങനെയാണ് ജീവിതത്തെ കരിപ്പിടിപ്പിക്കേണ്ടതെന്നുള്ളതാണ്. നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് ഒരു കുഞ്ഞു പേപ്പറിലൊരു മാനുവൽ തരും. കമ്പ്യൂട്ടർ വാങ്ങുമ്പോഴും ഒക്കെ ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ മനുഷ്യ ജീവിതത്തിന്റെ മാനുവലാണ് രാമായണം. ആ മാനുവലാണ് കഥയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റത് ചിത്രത്തിലൂടെയാണ്. മൊബൈൽ ഫോൺ ഇന്ന ഇതിൽ തൊട്ടാൽ മതി, ഇന്ന ഇതൊക്കെയാണെന്നൊക്കെ ആപ്പുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിലൂടെ, ഇത് കഥയിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനനുസരിച്ച് അത് വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാം ഇതിന്റെ ഉള്ളിൽ നിന്നുണ്ട്. ഈ സൂചന ഉപയോഗിച്ച് എങ്ങനെയാണോ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്നത്, ഇതുപോലെ മനുഷ്യ ജീവിതത്തിന്റെ മാനുവലാവുന്ന ഇതിനെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിച്ചില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ. എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നോ മാഷെ? അല്ല, എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നില്ല. കേട്ടറിഞ്ഞ രാമ കഥ ഹൃദയത്തിലേക്ക് ആവാഹിക്കുകയും അത് മനസ്സിൽ നിന്നും മണ്ണിലേക്ക് ഇറക്കി വെക്കുകയും തങ്ങളുടെ മക്കൾക്കും മരുമക്കൾക്കുമെല്ലാം രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും എല്ലാം പേരിട്ട് അവരെ അങ്ങനെ വിളിച്ചിരുന്നു. വയനാടൻ രാമായണം എന്ന് പറഞ്ഞൊരു രാമായണമുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. ആ രാമായണത്തില് പറയുന്നത് സീതാദേവി അവിടുത്തെ കുറിച്യാർ സമുദായത്തിൽപ്പെട്ട ഒരു മൂപ്പന്റെ മകളാണ്. തൊട്ടടുത്ത വേറൊരു ഗോത്രവർഗത്തിലെ തലവന്റെ മകനാണ് രാമൻ. അവര് കല്യാണം കഴിച്ചു, അവർക്ക് കുട്ടിയുണ്ടായി. ആ കുട്ടി ഉണ്ടായത് വാൽമീകി എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ ആശ്രമത്തിലാണ്. മുനിമട, വയനാട്ടിലുണ്ട് മുനിമട, ഇപ്പോഴും ഉണ്ട്. ഈ സീതാദേവി മടിയിൽ വെച്ച് ലവനെയും കുശനെയും എന്താ പറയാ പാടി കളിപ്പിച്ചിരുന്ന സ്ഥലമാണ് സീതാമടി. സീതാമടി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഹനുമാനിലെ മാനിന്റെ പുറകിൽ പോയല്ലോ രാമൻ. അങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കൽ വേറൊരു സന്ദർഭത്തിൽ രാമൻ പുല്ലിൽ പള്ളി കൊണ്ട സ്ഥലമാണ് പുൽപ്പള്ളി. ക്ഷീണം തീർക്കാൻ വേണ്ടിട്ടേ പുല്ലിൽ പള്ളി കൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയ സ്ഥലമാണ് പുൽപ്പള്ളി. മയൻ എന്ന് പറയുന്നതായ മയൻ,
അദ്ദേഹത്തിന്റെ നാടാണ് അത്ര വയനാട്. അങ്ങനെയാണ് വയനാടായി മാറുന്നത്. ഇങ്ങനെ വയനാടിന്റെ ഓരോ ഗ്രാമങ്ങളുടെ പേര് നോക്കിയാൽ രാമായണ സംബന്ധമാണ്. രാമേശ്വരവും രാമകുണ്ടവും നാസിക്കും ഒക്കെ അങ്ങനെ വന്നതാണ്. ഇതിനർത്ഥം വയനാട്ടിലാണ് സീത ഉണ്ടായെന്നല്ല, മറിച്ച് അവർ സീതയെയും രാമനെയും അവരുടെ ഹൃദയത്തിലേക്ക് ഏറ്റി അവരുടെ ആളായിട്ട് അവതരിപ്പിച്ചു. അവിടെയാണ് ജനിച്ചതെന്ന് അവരുടെ മക്കളെ പറഞ്ഞു പഠിപ്പിച്ചു. അതുകൊണ്ട് കാട്ടിലെ മക്കൾക്കൊരു നേരുണ്ടായിരുന്നു. കാട്ടിലെ മക്കൾക്ക് വലിയ നേരുണ്ടായിരുന്നു. എന്താണ് ആ നേരെന്നറിയാമോ? കാട് അവരെ വഞ്ചിക്കില്ല, അതുകൊണ്ട് തന്നെ കാടിനെ അവരും വഞ്ചിക്കില്ല. കടപ്പുറത്തെ മക്കൾക്ക് അങ്ങനെ ഒരു നേരുണ്ടായിരുന്നു, കടലമ്മയെ കുറിച്ച്. ആ കടലമ്മ ഞങ്ങളെ രക്ഷിക്കുമ്പോൾ ഈ കടലമ്മയുടെ എന്താ പറയാ അടുത്തേക്ക് രജസ്വരയായ സ്ത്രീകൾ പോലും പോയിരുന്നില്ല എന്നുള്ളതാണ്. ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ തകഴിയുടെ കണ്ടിട്ടുള്ളവരാണ്. ഈ പറഞ്ഞവരാരും തന്നെ നടേശൻ മാഷിന് അത്രയും വിദ്യാഭ്യാസമുള്ളവരല്ല, MA PhD ഉള്ളവരല്ല. പക്ഷേ നമ്മളെക്കാൾ എത്രയോ സംസ്കാര സമ്പന്നന്മാരായിരുന്നു ഈ മലനാടിന്റെ മക്കളും ഈ കടലിന്റെ മക്കളും. നമ്മളെക്കാൾ എത്രയോ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നതാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത്. ഒരു പക്ഷേ അവരുടെ സമൂഹത്തിൽ കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, അല്ലെ, കള്ളപ്പറയും ഒന്നുമില്ലാതിരുന്ന ഒരു സംസ്കാരം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിന് കാരണം രാമായണം പകർന്നു നൽകിയ സൂചനകൾ അവർ ഹൃദയത്തിലേറ്റിയതുകൊണ്ട്. നമ്മൾ പക്ഷെ പഠിച്ച ബുദ്ധിമാന്മാർ എന്ത് ചെയ്തു വെച്ചാല് കഥ മാത്രം കേട്ട് പുതിയ കഥകൾ നമ്മൾ മെനഞ്ഞു, പുതിയ കഥകൾ ഉണ്ടാക്കി. എന്താണ്, പുരാണ കഥാപാത്രങ്ങളെ പോലും ഇപ്പൊ പുതിയ രീതിയിൽ ഉണ്ടാക്കുകയാണ്. അല്ല, ഈ രാമൻ മറഞ്ഞു നിന്ന് ബാലിനെ നിഗ്രഹിക്കുന്നുണ്ട്. ബാലി ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ആളാണ്. രാമൻ സവർണ മേധാവിയാണ്. അപ്പൊ സവർണ മേധാവി ദളിതിനെ പീഡിപ്പിച്ച കഥയാണ് രാമായണം. ശരിയാണുള്ളത്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് അതൊന്നും പഠിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ളതായ കള്ളക്കഥകൾ ഇവിടെ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കുന്ന കുടികൊള്ളുന്ന സ്ഥലമാണ്. ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യ ഭക്തനാണ്. സുബ്രഹ്മണ്യ അഷ്ടകവും ബാഹുലയ അഷ്ടകം തുടങ്ങിയതായ ധാരാളം കൃതികൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, ഗുരു അങ്ങേയറ്റത്തെ സുബ്രഹ്മണ്യ ഉപാസകനായിരുന്നു എന്ന് മാത്രമല്ല കണ്ണിൽ നേരിൽ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ളതായ സുബ്രഹ്മണ്യ സ്വാമിയെ എന്ന് പറയുന്നത് സ്കന്ദൻ എന്ന് പറയാറുണ്ട്. സ്കന്ദൻ ഒരു ബുദ്ധിജീവി പറഞ്ഞുണ്ടാക്കി. ഈ സ്കന്ദൻ എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു കഥ സംഭവമാണ്. അലക്സാണ്ടർ ലോപിച്ച് സ്കന്ദനായി മാറിയത്. ആ ബുദ്ധിജീവി എന്നിട്ട് എഴുതി, ചില മണ്ടന്മാർ സുബ്രഹ്മണ്യനെ പൂജിച്ച് പഞ്ചാമൃതമെല്ലാം വെച്ച് ഇങ്ങനെ കിടന്ന് തുള്ളുകയൊക്കെ ചെയ്യുന്നു, അശാസ്ത്രീയം. ഇനി പറയാൻ പോകുന്നത് കാത് കൂർപ്പിച്ച് കേട്ടോ. ഇത് എവിടെ നിന്ന് എഴുതിയാണെന്നറിയാം ഈ ബുദ്ധിജീവി? ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച്. എഴുതിയ ആളിന് മാസാമാസം 20 രൂപ കൊടുത്തതാരാണെന്നറിയാമോ? ഗുരുദേവൻ. വേലയും കൂലിയും ഇല്ലാതിരുന്ന സമയത്ത് നീ ഇവിടെ വന്ന് താമസിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ അവിടെ താമസിച്ച് ചെയ്ത പണി എന്താണെന്നറിയാമോ? സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ മഹാമണ്ഡാണ്, ഒരു സായിപ്പാണ് അലക്സാണ്ടർ. ആ സായിപ്പിനെ വെച്ച് പൂജിക്കുന്ന ചില മണ്ടന്മാർ. ആ മണ്ടൻ മനസ്സിലായല്ലോ? ഇങ്ങനെ ഇരുമ്പാണിക്ക് പകരം മുള്ളാണി നിറച്ചുകൊണ്ട് കഥകളിൽ ഓരോന്നും കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ട്
അതൊന്നും പഠിക്കാൻ പാടില്ലാത്ത ഒന്നാണ് എന്ന് പറയുകയും അങ്ങനെയുള്ളതായ സംഭവങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാമായണം വായിക്കുമ്പോൾ ഓരോ കഥാപാത്രത്തിന്റെയും നന്മ, രാവണനിൽ പോലും നന്മയുണ്ട്, എല്ലാ കഥാപാത്രങ്ങളിലും നന്മയുണ്ട്. കുംഭകർണന്റെ കാര്യം ഞാൻ പറഞ്ഞു. ആ നന്മയെ കാണാനും മാനവ സാഹോദര്യത്തിന്റെ, പരസ്പര സ്നേഹത്തിന്റെ ഉദാത്തമായ കുടുംബജീവിതത്തിന്റെ ആ വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറെടുക്കുമ്പോഴാണ് നമ്മളിൽ രാമൻ ജനിക്കുന്നത്, നമ്മളിൽ സീത ജനിക്കുന്നത്. അങ്ങനെ രാമനും സീതയും ഏതെങ്കിലും അയോധ്യയിലോ ഏതെങ്കിലും ക്ഷേത്രത്തിലോ വേറെ ഏതെങ്കിലും സ്ഥലത്തല്ല ഉണ്ടാവേണ്ടത്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. അങ്ങനെ ഹൃദയത്തിൽ ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ നല്ല വാക്ക് കേൾക്കണം. എങ്കിൽ മാത്രമേ നന്മയോടെ വാഴാൻ സാധിക്കൂ. അല്ലെ, കുഞ്ഞുണ്ണി മാഷ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചാണ്, നല്ല വാക്ക് ചൊല്ലണം, നന്മയോടെ വാഴണം. ഈ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ ഈ നല്ല കഥകളിലൂടെ അത് കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കർക്കിടക മാസത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇന്ന് ക്ഷേത്രങ്ങളിലെല്ലാം നടക്കുന്നതും നമ്മുടെ ഈ ക്ഷേത്രത്തിലും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടി ഇനിയും വരുന്ന ദിവസങ്ങളുണ്ട്. എല്ലാവരും കുറച്ചു നേരമെങ്കിലും ഞാൻ ഈ പറഞ്ഞ ആംഗിളിലൊന്ന് വായിക്കാൻ ശ്രമിക്കുക. കൂടുതൽ എന്താ പറയാ, നമ്മുടെ ജീവിതത്തിലേക്ക് ഉപദേശിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഷൺമുഖ പരമ്പൊരുളായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും ഈ ശാസ്ത്രവും വിജ്ഞാനവും നമ്മളിലെല്ലാം വിളങ്ങും. അങ്ങനെ വിളങ്ങാൻ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വണ്ടി നോർത്തിൽ നിന്ന് പുറപ്പെട്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് നിർത്തുന്നത്. എന്താണെങ്കിലും വീണ്ടും നമുക്ക് ഒരിക്കൽ വീണ്ടും കാണാം. ഞാൻ കൊറോണയ്ക്ക് മുമ്പ് പലപ്പോഴും ഇവിടെ വന്നിട്ടുള്ളതാണ്. ക്ഷേത്രം നമ്മളെ സംബന്ധിച്ചുള്ള വളരെയധികം ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ്. ഇത് ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളോടും ഇത്രയും നേരം കൊച്ചുകുട്ടികളെ പോലെ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത ഭാവത്തോടു കൂടി ഇരിക്കുന്ന എല്ലാ മുതിർന്ന ആളുകൾക്കും അങ്ങേയറ്റം നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you.